ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 13-ാം തിരുവചനം വായിക്കുമ്പോൾ നാം ഇപ്രകാരം കാണുന്നു: അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുക്കിലേക്ക് വിളിച്ചു. അവർ അടുക്കിലേക്ക് ചെന്നു തന്നോടുകൂടി ആയിരിക്കുവാനും സുവിശേഷം പ്രഘോഷിക്കുവാനും വിശ്വാസികളെ ബഹിഷ്കരിക്കാനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈശോ വിളിക്കുന്നത് തനിക്ക് ഇഷ്ടമുള്ളവരെയാണ്. ആ ഇഷ്ടമുള്ളവരുടെ ചില പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓരോ ക്രിസ്ത്യാനിയും പ്രഘോഷിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവനാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ തന്നെ പ്രേക്ഷിതൻ എന്നാണ്. പ്രേക്ഷിതൻ പിതാവായ ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ടവനാണ്. അവൻ്റെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാവണം. തന്നെ എപ്പോഴും വിശുദ്ധീകരിക്കുവാൻ അവൻ തയ്യാറാകും. 2, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാവണം. 3, ക്രിസ്തുവിനോട് കൂടെ വിശ്വാസത്താൽ ക്രിസ്തുവിന് സമ്പൂർണമായ സമർപ്പണം ചെയ്യണം. 4, ക്രിസ്തുവുമായി ഹൃദയൈക്യത്തിലായിരിക്കണം. 5, അവൻ സഹിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ്. അവനവൻ്റെ തെറ്റുകൂടാതെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യുവാനും സഹിക്കുവാനും വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. 6, അവൻ ദാസനായിത്തീരണം. 7, അവൻ സ്ഥാനപതിയാകും. കാരണം നമ്മൾ സ്വർഗരാജ്യത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന് ജീവിക്കുന്നവരാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ സ്ഥാനപതിയാണ് നമ്മൾ ഈ ലോകത്തിൽ കുറേ നാളത്തെ ജീവിതത്തിന് ശേഷം തിരിച്ചു പോകേണ്ടവരാണ്. അതുകൊണ്ടാണ് സ്ഥാനപതികൾ എന്ന് പറയുന്നത്. ക്രിസ്തുവിന് വേണ്ടി പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. എല്ലാവരെയും സ്നേഹിക്കുവാൻ, ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ വിളിയുള്ളവരാണ്. എല്ലാവരെയും ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ വിളിയുള്ളവരാണ്. സ്നേഹമുള്ളവരെ, നമ്മൾക്ക് ലഭിച്ച അല്ലെങ്കിൽ നമ്മൾ ഒരു വിശ്വാസിയാകുമ്പോൾ നമ്മൾ ഈ എല്ലാ മേഖലകളിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇവയെല്ലാം പരിശീലിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ത്രിത്യേക ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഒരു യുവാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് ഡിവൈഡറിൽ ബൈക്കിടിച്ച് വളരെ സീരിയസായി കഴിയുന്ന ഒരു മകനുണ്ട്. ആ മകൻ്റെ ജീവൻ തിരിച്ചു കിട്ടുന്ന കാര്യത്തിൽ ഡോക്ടർമാർക്ക് പ്രതീക്ഷയില്ല. ഏക മകനാണ് അവർക്കുള്ളത്. അങ്ങനെ ഒരു അപകടമുണ്ടായി. ദൈവമേ, ആ മകൻ്റെ ജീവനെ അവർക്ക് തിരിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏലിയായും ഏലീഷായുമെല്ലാം മരിച്ച വ്യക്തികളെ ജീവിപ്പിക്കുവാൻ ദൈവം, അവരിലൂടെ ജീവിപ്പിക്കുവാൻ ദൈവം ഇടയാക്കി. ഈശോ തന്നെ മരിച്ചു കിടന്ന ലാസറിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ലാസറിന് ജീവൻ നൽകി.
അങ്ങനെ ജീവൻ കൊടുക്കുവാൻ കഴിവുള്ള രക്ഷകനായ മിശിഹായെ നീ ആ മകന് മേൽ കടന്നു ചെന്ന് അവൻ്റെ രോഗാവസ്ഥയിൽ നിന്ന്, അവൻ്റെ തളർച്ചയിൽ നിന്ന്, തകർച്ചയിൽ നിന്ന് അവന് പൂർണ്ണമായ ആരോഗ്യം കൊടുത്ത് സന്തോഷകരമായ ജീവിതം നയിക്കുവാനും വിശുദ്ധിയോടെ ജീവിക്കാൻ തക്കവിധം ആ മകനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.